സഹോദരങ്ങളെ നമ്മളൊക്കെ കരഞ്ഞു ദുആ ചെയ്തു. നമ്മുടെ എല്ലാ ഉറ്റവരും ഉടയവരും അതിനകത്തുപെട്ട് പലരും ഇന്ന് ആരുടെ മണ്ണിലാണ്. പലരുടെയും ജനാസ ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ ശരി തന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് ചില മഹല്ലുകളെടുത്ത തീരുമാനം എന്തെന്നറിയോ? വയനാട് ഉരുൾപൊട്ടിയത് കൊണ്ട് നമ്മൾ ദുഃഖാചരണമായിട്ട് നമ്മൾ നബിദിനം അങ്ങ് മാറ്റിവെക്കാണ്. ചില മഹലിന്റെ തീരുമാനമാ നമ്മൾ നബിദിനം അങ്ങ് മാറ്റിവെക്കാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ പറയാ, ഈ നബിദിനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കമ്മിറ്റിക്കാർക്ക് എന്തറിയാം? മഹലിന്റെ പരിപാലകർ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടൊക്കെ ഈ നബിദിനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ 12 ആ ഒരു ദിവസം മൗലിദ് ഓതുന്നു, അന്ന് യാസീൻ ഓതുന്നു, അന്ന് ഖുർആൻ ഓതുന്നു, അന്ന് സ്വലാത്ത് ചൊല്ലുന്നു, അന്ന് മദ്രസയിലെ കുട്ടികൾ ഒരു നന്ദി സൂചകമായി പ്രിയമുള്ളവർ ഒരു റാലി നടത്തുന്നു, അതിൽ മധുരം വിതരണം ചെയ്യുന്നു, അതുപോലെ തന്നെ അന്നദാനം നടത്തുന്നു. അങ്ങനെയല്ലേ ഒരു നബിദിനം എന്ന് പറയുന്നത്. അതാ യഥാർത്ഥത്തിൽ പണ്ട് കാലത്തുള്ളവർ എന്തെങ്കിലും ഒരു മുസീബത്തുണ്ടായി ഇതൊക്കെയല്ലേ ചെയ്തിരുന്നത്. ഒരു മൗലിദ് ഓതുകയും അതുപോലെ തന്നെ നല്ല നല്ല ഖുർആൻ ഓതുകയും ദുആ ചെയ്യുകയുമല്ല അവർ ചെയ്തിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിലെ ചില ആളുകൾ പറയുന്നത് അതൊന്നും വേണ്ട എന്നാ പറയുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. നബിദിനമല്ല നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. ധൈര്യമുള്ള നിങ്ങൾ കമ്മിറ്റിക്കാരാണെങ്കിൽ, ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്ന പരിപാലകരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥയുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? ഈ നബിദിനം തുടങ്ങുമ്പോൾ 2 ദിവസം കൊണ്ട് കേരളം മുഴുവനും സഹോദരങ്ങളെ കുറെ ചെറുപ്പക്കാർ മാർച്ച് നടത്താറുണ്ട്. പനയോലികൾ വെട്ടിയിട്ട് വലിയ 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 ലോറികളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പനയോല കൊണ്ടുവന്നിട്ട് വല്ലാത്ത രീതിയിൽ ഓരോ ജംഗ്ഷനിലും ഇറങ്ങി ഡാൻസ് കളിക്കാറുണ്ട്. ഡെപ്പിന്റെ പേര് പറഞ്ഞു ബ്രേക്ക് ഡാൻസ് കളിക്കാറുണ്ട്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ചങ്കൂറ്റമുള്ള കമ്മിറ്റിക്കാരെ, നിങ്ങൾ നബിദിനമല്ല അവസാനിപ്പിക്കേണ്ടത്. ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നിങ്ങളെ മഹല്ലിന്റെ പരിസരത്ത് വരുമ്പോൾ തന്റേടത്തോടെ പറയാ നിങ്ങൾക്ക് കഴിയുമോ? ഇതിവിടെ പയ്യില്ല, ഇതിവിടെ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമുള്ള ഒരു പള്ളി പരിപാലകർ. അങ്ങനെയാണ് വേണ്ടത്. അതാണ് നമ്മൾ ദുഃഖാചരണമായി ചെയ്യേണ്ടത്. അല്ലാതെ മൗലിദുകൾ മാറ്റിവെക്കലോ, റാലികൾ മാറ്റിവെക്കലോ, അതായത് മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെക്കലില്ല. ഇതുപോലെയുള്ള അനാചാരങ്ങളും ഇതുപോലെയുള്ള മോശമായ പ്രവണതകൾ ആരാണ് യുവാക്കൾക്ക് പകർന്നു നൽകിയത്? ആരാണ് കൂട്ടി നിൽക്കുന്നത്? ഇതെന്റെ പ്രിയപ്പെട്ടവരെ ജനിച്ചൻ, ഞാൻ ചെറുപ്പക്കാരെയും അടിച്ചാക്ഷേപിക്കുകയോ കുറ്റം പറയുന്നില്ല. ഒരു പണ്ഡിതന്റെ ധർമ്മമാണല്ലോ തെറ്റിദ്ധരുത്തി കൊടുക്കല്. എന്റെ പ്രിയപ്പെട്ടവരെ, റോഡാകുന്ന റോഡില് ബക്കറ്റും കൊണ്ട് ചെറുപ്പക്കാർ നിരന്നിക്കാണ് പിരിക്കാൻ നിൽക്കാണ്. പിരിച്ചിട്ട് എന്തിന്റെ പിരിവ്? നബിദിനത്തിന്റെ പിരിവ്. നബിദിനത്തിന്റെ പിരിവ് നടത്തിയിട്ട് നിങ്ങൾ പാവങ്ങൾക്ക് ആഹാരം വെച്ചു കൊടുത്തോ, നിങ്ങൾ മറ്റുള്ള കാര്യം നടത്തുകയോ ചെറുപ്പക്കാരെ. പക്ഷേ ആ നബിദിനത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ പിരിക്കുന്ന പൈസ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ഞാനിത് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് വല്ലാത്ത അവസ്ഥയായിരിക്കും. കാരണം അതിനകത്ത് പൈസ ഇടുന്നത് ക്യാൻസർ രോഗികൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന് ഗുളിക വാങ്ങാൻ വെച്ച പൈസയായിരിക്കും. പുന്നാര നബി തങ്ങളുടെ പരിശുദ്ധമായ കാര്യത്തിന് വേണ്ടിയല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ബക്കറ്റിലേക്ക് നിക്ഷേപിച്ചു തരുന്നത്. ആ പൈസ കൊണ്ടുപോയിട്ട് വലിയ ബോക്സും വാങ്ങിച്ചു കെട്ടി വലിയ 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 വാഹനത്തിൽ പാതിരാത്രി ജനങ്ങളെ ഉറക്കം കെടുത്തുന്ന തരത്തില് പ്രിയപ്പെട്ടവരെ DJ വിട്ടുകൊണ്ട് വല്ലാത്ത ബ്രേക്ക് ഡാൻസ് കാണിക്കാനാണ് ആ പൈസ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ വല്ലാഹി എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ ചെറുപ്പത്തിന്റെ നിങ്ങളുടെ ചെറുപ്പത്തിന്റെ ആ ആവേശം മുട്ടിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ വലിയ അപകടമാണ് നിങ്ങൾ വരുത്തി വെക്കുന്നതെന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. വലിയ അപകടമാണ്. നബിദിനത്തിന്റെ പേരിൽ നിന്ന് പിരിവടത്താണ് ജനിച്ചനൊക്കെ ഇറങ്ങുമ്പോ ബക്കറ്റും കൊണ്ട് എന്താ മോനെ നബിദിന പിരിവ്. ആ പൈസയും 10 രൂപയാണെങ്കിലും സാധുക്കള് മരുന്ന് വാങ്ങാനുള്ള പൈസ ആയിരിക്കും തരുന്നത്. ക്യാൻസർ രോഗികൾ ഇടൂലേ, അവർക്ക് മരുന്ന് വാങ്ങാനുള്ള കാശും പാവങ്ങളൊക്കെ ഇടുമ്പോ അത് കൊണ്ടുപോയിട്ടുണ്ട്. ചെറുപ്പക്കാരാ, ഇതുപോലത്തെ മോശമായ തോന്നിവാസത്തിന് വൃത്തികേടിന് നിങ്ങൾ കൂടെ പിടിക്കാനാണ് എങ്കിൽ പ്രിയപ്പെട്ടവർ ഉപ്പാട് വരും. അത് ഞാൻ വളരെ അടിപൊളിയായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വളരെ ദുഃഖമുള്ള കാര്യമാണ്. കാരണം വയനാടിന്റെ കാലം നമ്മൾ ആലോചിച്ച് ഏതൊക്കെ തരത്തിലുള്ള കോൽക്കളി പാട്ടായിരുന്നത്. ഞാനതൊന്നും പറയുന്നില്ല, മോശത്തരമല്ല ഇതൊക്കെ. വല്ലാത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ ഒരു പാട്ടുണ്ട്. ഞാൻ പാട്ട്